കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യയിൽ വേൾഡ് കപ്പ് ബ്രോഡ്കാസ്റ്റേഴ്സ് ആരാണ് എന്ന് തീരുമാനമായല്ലോ. ഫുട്ബോൾ പ്രേമികൾക്ക് ആശ്വാസമാണ്. ഇനി അറിയേണ്ടത് ഏത് ചാനലാണ്, അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോമിൽ എവിടെ കാണാൻ പറ്റും, യൂട്യൂബിൽ ലൈവ് ഉണ്ടോ, ഇതൊക്കെയാണ് പല സുഹൃത്തുക്കളും ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരമാണ് നമ്മൾ പരിശോധിക്കുന്നത്. സീ ആണല്ലോ ഇന്ത്യയിൽ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സീയുടെ ഏത് ചാനലിൽ എന്ന് ചോദിച്ചാൽ 4 ചാനലുകൾ അവർ ലോഞ്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. യുണൈറ്റ് 8 1, യുണൈറ്റ് 8 HD1, യുണൈറ്റ് 8 HD2, യുണൈറ്റ് 8 2 ഇങ്ങനെയുള്ള 4 ചാനലുകൾ. ഇതിൽ ആദ്യത്തെ 2 ചാനലുകൾ ഹിന്ദി ചാനലുകളായിരിക്കും. രണ്ടാമത്തെ 2 ചാനലുകൾ പിന്നെ ഈ ഇംഗ്ലീഷ് ചാനലുകളായിരിക്കും എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം. ഏതായാലും നമ്മുടെയൊക്കെ കേബിൾ TV-യിലും അതുപോലെ തന്നെ ഡിഷ് TV-യിലുമൊക്കെ ഈ ചാനലുകൾ വരും. അപ്പോൾ അതുവഴി നമുക്ക് ലൈവ് കാണാൻ പറ്റും. പിന്നെ OTT ഏതാണെന്ന് ചോദിച്ചാൽ ZEE5-ലൂടെ ഇത് സ്ട്രീം ചെയ്യും എന്ന് ഒഫീഷ്യലായിട്ട് സീ അറിയിച്ചിട്ടുണ്ട്. പിന്നെയുള്ള പലരുടെയും സംശയം, യൂട്യൂബിൽ ഇത് കാണാൻ പറ്റും എന്നൊക്കെ പലരും പറയുന്നുണ്ടല്ലോ, എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലരൊക്കെ പറയുന്നത് ആൻഡ്രോയിഡിലും അതുപോലെ ഐഫോണിലും ഫ്രീ ആയിട്ട് കാണാനുള്ള ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. അതറിയണമെങ്കിൽ കമൻ്റ് ഇട്ടിട്ട് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, DM ആയിട്ട് അയച്ചു തരാം എന്നൊക്കെ പറയുന്ന വീഡിയോകൾ കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്താണ്, ഫ്രീ ആയിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെയാണ്. അപ്പോൾ സീ ആണ് ഒഫീഷ്യലി ഇതിവിടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അതിപ്പോൾ ഈ പറഞ്ഞ 4 ചാനലുകളും ZEE5ഉം. ഇതാണ് ഇവിടെ ഒഫീഷ്യൽ ലീഗലായിട്ട് നമുക്ക് കളി കാണാൻ പറ്റുന്നത്. പിന്നെ മറ്റു വഴികളിലൂടെ സുഹൃത്തുക്കൾക്ക് അറിയാമല്ലോ, VPN വെച്ചിട്ടോ മറ്റൊക്കെ രൂപത്തിൽ പലരും കളിയൊക്കെ കാണാറുണ്ട്. അത് ലീഗലാണെന്ന് ചോദിച്ചാൽ അല്ല. ഒരു കളി കണ്ടിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെയുള്ള നൂലാമാലകളിൽ ചെന്ന് ചാടാത്തതല്ലേ അതിൻ്റെ ശരി. പിന്നെ യൂട്യൂബിൽ കാസി TV-യിൽ കാണാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ചിലരും ചോദിക്കുന്നുണ്ട്. ഈ കാസി TV എന്നുള്ളത് ഒരു ബ്രസീലിയൻ സ്പോർട്സ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള കാസിമിറോ മിഗ്വലിൻ്റെ ഒരു യൂട്യൂബ് ചാനലാണ്. അവിടെ അദ്ദേഹം അതിലൂടെ ഇപ്പോൾ ലാലിഗ വരെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ അത് ലഭ്യമല്ല. അപ്പോൾ യൂട്യൂബിലൂടെ നമുക്ക് ഇന്ത്യയിൽ അത് കാണാൻ പറ്റൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ VPN ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ലീഗലല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. നമുക്ക് ഏതായാലും ഇപ്പോൾ സീയുടെ ചാനലിലൂടെയാണ് കളി കാണാൻ പറ്റുക.